ഹായ് ഫ്രണ്ട്സ്, ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാളും വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഫിഷ് ബിരിയാണി വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വിനീഗറിന് പകരമായിട്ട് നമുക്ക് നാരങ്ങ ജ്യൂസും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നെയ്മീനാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഒരു 750 ഗ്രാം നെയ്മീനാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഒരു സ്ക്യൂവർ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്തതിന് ശേഷം ഈ മസാലയൊക്കെ നന്നായിട്ട് പുരട്ടി വെക്കാം. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബിരിയാണി പോട്ടിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ചെറിയ പീസ് പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പു, 1 തക്കോലം പിന്നെ 1 ജാതിപത്രി, ഇത്രയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ തക്കോലവും ജാതിപത്രിയും ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. മെയിനായിട്ട് പട്ടയും ഗ്രാമ്പുവും ഏലക്കയാണ് വേണ്ടത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 സവോള നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് റൈസ് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് റൈസാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 6 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതിയാവും. റൈസ് വേവിക്കുമ്പോൾ നെയ്യോ എണ്ണയോ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കത്തില്ല. നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. ഇനി നമ്മളിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ കൈമ റൈസ് 3 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കൈമ റൈസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിലിട്ട് അരമണിക്കൂർ നേരത്തേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. കൈമ റൈസിന് പകരമായിട്ട് സോനാ മസൂരിയോ ബാസ്മതി റൈസോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ അരിയുടെയും വേവ് അനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം കുതിർത്തിയാൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും ഓപ്ഷനിലാണ്. ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അരി ചേർത്തിട്ട് വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ചതിന് ശേഷം അടച്ചു വെച്ച് സിമ്മിലാക്കിയിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. വെള്ളം തിളച്ചതിന് ശേഷം ഇത് ഹൈ ഫ്ലെയിമിലാക്കി വെക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ റൈസ് കുറച്ചുകൂടി ഒന്ന് വേകാനുണ്ട്. നമുക്കിത് അടച്ചു വെച്ച് തന്നെ വേവിക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് അകത്ത് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ റൈസിലുള്ള വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ഇനി നമുക്ക് നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈയിങ് പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മളിത് നന്നായിട്ട് മൊരിയിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം എന്ന് തന്നെ ഇല്ല. അതുപോലെ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ ഒരു 2 മണിക്കൂർ മുമ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഈ മസാലയൊക്കെ പിടിക്കുമ്പോഴാണ് മീൻ ശരിക്കും ടേസ്റ്റ് വരുന്നത്. ഇപ്പം ഞാനിവിടെ ഫിഷ് ബിരിയാണിക്ക് നെയ്മീനാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 3/4 കിലോ നെയ്മീനാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ദശക്കട്ടിയുള്ള വേറെ മീൻ യൂസ് ചെയ്യാവുന്നതാണ്. മീൻ നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് സവോള വഴറ്റാനുണ്ട്. അപ്പോൾ ഞാനിവിടെ 3 സവോള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത അത്രയും എണ്ണ തന്നെ വേണമെന്നില്ല. അപ്പോൾ കുറച്ച് മാറ്റിയിട്ട് നമുക്ക് ഈ സവോള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു 6 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേനും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചേർക്കാനുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണ്. ഇനി ബിരിയാണി മസാല ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ചിക്കൻ അല്ലെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് വഴറ്റിയാൽ മതിയാവും. അപ്പോഴേക്കും നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊരു ഗ്രേവി പോലെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഗ്രേവിയിലോട്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മീനിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫിഷ് ബിരിയാണിക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ മീനിൻ്റെ ഒരു പ്രത്യേക മണം കിട്ടും. അപ്പം നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് ആ ഫിഷിൻ്റെ ഒരു മണം വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്ത് പൊടിച്ച മീൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബിരിയാണി കൈത അല്ലെങ്കിൽ രമ്പ ഇല ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ഇലയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ചെറുതായി മുറിച്ചിട്ട്. ഇത് ചേർക്കുമ്പോൾ ബിരിയാണിക്കൊക്കെ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പുതിന ഇലയും മല്ലിയിലയും 1/4 കപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മീനൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീൻ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യരുത്, അത് പൊടിഞ്ഞു പോകും. ഇനി ഇതൊരു 2-3 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ റൈസും ഫിഷ് മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ദം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ബിരിയാണി പോട്ടിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1/4 കപ്പ് പാലിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തതും കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുത്തിയിട്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫിഷ് മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫിഷൊക്കെ ഇതിന് മുകളിലേക്ക് നിരത്തി കൊടുക്കാം. അപ്പോൾ ഫിഷ് ഒട്ടും തന്നെ പൊടിയാതെ നിരത്തി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബാക്കിയുള്ള റൈസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 ലെയറായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇനി ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് ബിരിയാണി എസൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ റോസ് എസൻസും ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയിലയും പുതിന ഇലയും ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ദം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് പൊതിഞ്ഞ് കൊടുക്കണം. ഇനി ബിരിയാണി പോട്ട് അടച്ചു വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇത് ദം ചെയ്തെടുക്കാനായിട്ട്. അരമണിക്കൂർ നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് വേണം ദം ചെയ്തെടുക്കാനായിട്ട്. പിന്നീട് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് ബിരിയാണി പോട്ട് തുറക്കാനായിട്ട്.
എങ്കിലേ നമ്മൾ ദം ചെയ്തതിൻ്റെ ആ കറക്റ്റ് ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടത്തുള്ളൂ. അതുപോലെ നമ്മൾ ഫിഷ് ലെയർ ചെയ്തുകൊണ്ട് തന്നെ ഫിഷ് എടുക്കുമ്പോൾ പൊടിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.